ഗായ്സ്, നമ്മുടെ ഓല 40,000 കിലോമീറ്റർ കഴിഞ്ഞേക്കുവാണ്. അതിൻ്റെ ഒരു ജെന്യൂൻ ആയിട്ടുള്ളൊരു റിവ്യൂ പറയാൻ വേണ്ടിയാണ്. 40,000 അല്ല, ഇപ്പം 40,500 വീഡിയോ എടുക്കാൻ കുറച്ച് ലേറ്റായിരുന്നു. അത് സമയം കിട്ടില്ല, അതാണ് മെയിൻ പ്രശ്നം. പിന്നെ 40,000 വീഡിയോ എടുക്കണമെന്ന് ഉണ്ടായിരുന്നു, നടന്നില്ല. ഇപ്പോഴാണ് സമയം കിട്ടിയത്. പിന്നെ ഇവൻ്റെ 38,000 കിലോമീറ്ററിൽ ഞാൻ ബാറ്ററി മാറിയായിരുന്നു. ബാറ്ററി ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ദിവസം രാത്രി 10:30-11 മണിയായപ്പം വണ്ടി അവിടെ ബാലൻസ് ഒരു 60 കിലോമീറ്റർ റേഞ്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അവൻ നേരെ സീറോയിലോട്ട് പോയി വണ്ടി അങ്ങ് നിന്നുപോയി. രാത്രി 11 മണിയായിരുന്നു. ഒരു വീടിൻ്റെ അവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ അപ്പുറത്തായിരുന്നു. ഞാൻ പെട്ടുപോയി. നിലവിൽ ഞാൻ പിന്നെ അവിടെ നിന്ന് തള്ളി വീടിൻ്റെ അവിടം വരെ കൊണ്ടുവന്ന് അങ്ങനെ കയറ്റുമായിരുന്നു. പിറ്റേന്ന്, അതായത് 2 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 11 മണി ആ സമയത്ത് തള്ളി കൊണ്ടുവന്നു കേട്ടോ. കാരണം സാധാരണ നമ്മൾ ആ സമയത്തൊക്കെ ലോങ്ങൊക്കെ ആയിരുന്നു പെട്ടുപോയേനെ. 2 കിലോമീറ്റർ അടുത്തായതുകൊണ്ട് തള്ളിക്കൊണ്ട് വന്നു. ആ സമയത്ത് ഇതിൻ്റെ അസിസ്റ്റൻസ് ഒക്കെ ഏതാണ്ടുണ്ട്. ഒന്നും വിളിച്ചു കഴിഞ്ഞാൽ വലിയ പ്രയോജനം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അവിടെ ചോദിച്ചായിരുന്നു. അല്ലെങ്കിൽ വണ്ടി അവിടെ വെച്ചിട്ട് വരേണ്ടി വരും. പിറ്റേന്ന് വന്ന് അവരെടുത്തോണ്ട് പോകും. നമ്മളെ വഴി വെക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എടുത്തുകൊണ്ട് പോകുന്നു. ഞാൻ തള്ളിക്കൊണ്ടെങ്കിൽ പോകുന്നു. കൊണ്ട് കൊടുത്തു. ഒരു കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ മാസമായിരുന്നു. കഴിഞ്ഞ മാസമാണെന്ന് തോന്നുന്നു. കൊടുത്തു. 1 മാസം കഴിഞ്ഞാണ്, 1 മാസം അവർ വണ്ടി പിടിച്ചു വെച്ചു കേട്ടോ. 1 മാസം കഴിഞ്ഞാണ് അപ്രൂവൽ കഴിഞ്ഞ് ബാറ്ററി മാറിക്കിട്ടിയത്. ബാറ്ററി മാറിക്കിട്ടിയപ്പോൾ 1 മാസം അവിടെ ഇരുന്നതിൻ്റെ നല്ല പടി കിട്ടിയായിരുന്നു. അതിൻ്റെ ഹോണിൻ്റെ അവിടുത്തെ ലെഫ്റ്റ് സൈഡിലെ ക്ലസ്റ്റർ കാണിച്ചു തരാം. ഈ ക്ലസ്റ്റർ മുഴുവൻ, ഇത് മുഴുവൻ പോയായിരുന്നു. ആ സംഭവം മുഴുവൻ പോയി. അതായത് ഹോൺ അടിച്ച് രാത്രിയിലൊക്കെ പോകുമ്പം ഹോൺ അടിച്ച് കഴിഞ്ഞാൽ അടിച്ചുകൊണ്ടേയിരിക്കും. അതായത് നിൽക്കത്തില്ല. പിന്നെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ പിടിച്ച് നീക്കി വണ്ടി ഓഫാക്കിയാലൊക്കെ നിൽക്കുകയുള്ളായിരുന്നു. ലാസ്റ്റ് ഞാൻ അതുകൊണ്ട് പോയപ്പോൾ അത് മുഴുവൻ ഈ 1 മാസം അവിടെ ഇരുന്നതിൻ്റെ വെയിലും മഴയും കൊണ്ടതിൻ്റെ ആയിരുന്നു. അതുകൊണ്ട് ആ സാധനം അങ്ങ് പോയിട്ടുണ്ടായിരുന്നു. അതവർ മാറി തന്നു, പുതിയതെടുത്ത് തന്നു. ആ പ്രശ്നം മാറി. പിന്നെ അത്രയും നാളിരുന്നതിൻ്റെ ഡിസ്കയിലൊക്കെ നല്ല തുരുമ്പുണ്ടായിരുന്നു. അതവർ സർവീസിന് കൊടുത്ത പണിയാണ്. കാരണം 1 മാസം എടുക്കും സർവീസിന്. ഇതിന് മുമ്പ് ഞാനൊന്ന് ആക്സിഡൻ്റ് ആയിരുന്നു വണ്ടി. അന്ന് ക്ലെയിം ചെയ്ത് കിട്ടാൻ വേണ്ടി ഇതുപോലെ തന്നെ പാർട്സ് വരാൻ വേണ്ടി 1 മാസം വെയിറ്റ് ചെയ്തു. 1 മാസം, അതായത് ഈ 1.5 വർഷത്തിൻ്റെ ഇടയിൽ 2 മാസം ഷോറൂമിലായിരുന്നു. കാരണം അവർ പാർട്സ് വരുന്നവരെ അവിടെ വെയിറ്റ് ചെയ്യും. അത് ഭയങ്കര ഒരു മെയിൻ പ്രശ്നമാണ്. സർവീസ് ഭയങ്കര പ്രശ്നമാണ്. താമസം, സർവീസ് എന്ന് പറഞ്ഞാൽ താമസം ഭയങ്കരമാണ്. അവർക്ക് അപ്രൂവൽ കിട്ടി സാധനം വരണമെങ്കിൽ ഭയങ്കര താമസം. പിന്നെ ഈ ഫ്രണ്ടിലെ ഇതിൻ്റെ ഇടവഴി ഇപ്പോൾ ലീക്കുണ്ട്. റിമ്മിൻ്റെ ഇടവഴി ലീക്കുണ്ട്. അപ്പോൾ നമ്മൾ കാറ്റടിച്ച് കഴിഞ്ഞാൽ 2 ദിവസമൊക്കെ നിൽക്കുകയുള്ളൂ. അപ്പം നിലവിലത് കൊണ്ട് കാണിച്ചിട്ടുണ്ട്. അപ്രൂവൽ ഇട്ടപ്പോഴേ ഞാൻ അവന്മാരോട് പറഞ്ഞായിരുന്നു, നിങ്ങൾ ഈ സാധനം, ഞാൻ ഈ വണ്ടി വെക്കുകയില്ല അവിടെ. ഞാനവിടെ വണ്ടി ഷോറൂമിൽ വെക്കുകയില്ല. അത്രയും താമസം 2 ദിവസം എന്നാണ് അവന്മാർ പറഞ്ഞത്. വണ്ടി വെക്കുവാണെങ്കിൽ ശരിയാക്കി തരാമെന്ന്. പക്ഷേ ഞാൻ വെച്ചില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ അപ്രൂവൽ ഇട്ടു, അങ്ങനെയാണെങ്കിൽ എനിക്ക് വണ്ടി വേണം, ഞാൻ കാറ്റടിച്ചാണെങ്കിലും യൂസ് ചെയ്തോളാം എന്ന് പറഞ്ഞ് ഞാൻ എടുത്തുകൊണ്ട് പോകുന്നതാണ്. കാരണം അവിടെ വെച്ച് കഴിഞ്ഞാൽ പണി കിട്ടുമെന്ന് ഉറപ്പാണ്. കാരണം നമുക്ക് 2 ദിവസത്തിനകം ഒന്നും കിട്ടിയില്ല. ഞാൻ ഇപ്പം ഒരാഴ്ച കഴിഞ്ഞ് 1.5 ആഴ്ചയായിട്ട് പിന്നെ ഇപ്പോഴും വന്നപ്പോൾ അവർ അപ്രൂവൽ കിട്ടിയിട്ടില്ലെന്നാണ് പറഞ്ഞത്. വണ്ടി അവിടെ എങ്ങാനും വെക്കുമായിരുന്നെങ്കിൽ പിന്നെ അവിടെ ഇരുന്ന് പോകും. ഈ 2 മാസമൊക്കെ വണ്ടി അവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞാൽ, 1 മാസമൊക്കെ ഇരിക്കുകയെന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ വണ്ടിയില്ലേ, നമ്മുടെ പരിപാടിയെല്ലാം പ്രശ്നമാകും. കാരണം നമുക്ക് ഓടണമെങ്കിൽ വേറെ വണ്ടി ഉണ്ടാവില്ല. നമുക്കപ്പം സെപ്പറേറ്റ് ഒരു വണ്ടി ഉണ്ടെങ്കിൽ മാത്രം എടുക്കാനുള്ളൊരു ഓപ്ഷനാണ് ഓല. അല്ലെങ്കിൽ നമ്മൾ വെട്ടുപോകും. കാര്യം പറഞ്ഞാൽ വണ്ടി 40,000 കിലോമീറ്റർ ഓടിച്ച ലാഭമാണ്. പക്ഷേ മെയിൻ പ്രശ്നം ഇതാണ്, നമുക്ക് വേറൊരു വണ്ടി വേണം. അല്ലെങ്കിൽ ഈ സാധനം സർവീസ് കൊടുക്കാൻ നേരം ചില സമയമൊക്കെ 1 മാസമൊക്കെ പിടിക്കും. നമ്മൾ പെട്ടുപോകും. അതായത് 38,000 കിലോമീറ്റർ ഞാൻ ബാറ്ററി മാറി കേട്ടോ. പുതിയ ബാറ്ററിയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. 60,000 കിലോമീറ്റർ വരെയാണ് ഇതിൻ്റെ ബാറ്ററിയുടെ ഗ്യാരണ്ടി വരുന്നത്. അപ്പം 38,000 കിലോമീറ്ററിൽ തന്നെ ഞാൻ മാറി. ഇപ്പം 60,000 കിലോമീറ്റർ അല്ലേ 3 വർഷം, അല്ലെ എക്സ്റ്റൻഡ് 5 വർഷമാണ്. ഏതൊക്കെയായാലും 60,000 കിലോമീറ്റർ വരെ ഉള്ളൂ നിലവിലിപ്പം. പുതിയ വണ്ടിക്ക് ഇനിയിപ്പോൾ 1,00,000 കിലോമീറ്റർ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതാണ്ട് എക്സ്റ്റൻഡ് വാറണ്ടിയൊക്കെ കൂടുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കറിയില്ല. നിലവിൽ ഇതിന് 60,000 കിലോമീറ്ററാണ്. അപ്പം 40,000 കിലോമീറ്റർ കഴിഞ്ഞു നിലവിൽ. അപ്പോൾ തന്നെ ഞാൻ ബാറ്ററി മാറി
പിന്നെ ഇതിൻ്റെ ടയറൊക്കെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ടയറൊക്കെ പെട്ടെന്ന് തേയും കേട്ടോ. അതായത് ഫ്രണ്ട് ടയർ കുറച്ചുകൂടെ നിൽക്കും, ബാക്കിൽ ബാറ്ററിയുടെ വെയിറ്റ് വരുന്ന കാരണം പെട്ടെന്ന് തീരും. ഒരു 8 കിലോമീറ്ററൊക്കെ കിട്ടിയാൽ ഭാഗ്യം കേട്ടോ. നമുക്കൊരു 8,000 കിലോമീറ്ററൊക്കെ കിട്ടിയാൽ തന്നെ ഭാഗ്യം. അത്രയും കിട്ടിയല്ല. ഇത് സെയിം ഡിസ്ക് വാർഡ് ഒരു 6,000 കിലോമീറ്റർ 8,000 കിലോമീറ്ററിൻ്റെ അകത്തേ ഉള്ളൂ. കിട്ടിയാൽ ഭാഗ്യം. ഞാൻ നിക്കാവിയുടെയാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഓൺലൈനിൽ നിന്ന് തന്നെ മേടിച്ച് ഞാൻ തന്നെ മാറുവാണ് നിലവിൽ. കാരണം ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഫ്രണ്ട് മാത്രം മാറുന്നതിന് 750 രൂപ, ഫ്രണ്ടും ബാക്കിലൂടെ മാറുന്നതിന് 1,500 രൂപ ആവും. ഞാൻ നിലവിൽ ഓൺലൈനിൽ നിന്ന് മേടിക്കും 250 രൂപ 300 രൂപയേ ഉള്ളൂ ഫ്രണ്ടും ബാക്കിലൂടെ. നിക്കാവിയുടെ കുറച്ചുകൂടെ ഈട് നിൽക്കും കേട്ടോ. നമ്മുടെ കമ്പനി സാധനത്തേക്കാളും നല്ല സാധനമാണ്, കുറച്ച് നാളൂടെ നിൽക്കും കേട്ടോ. അത് മേടിച്ച് സർവീസിൻ്റെ പ്രശ്നം കാരണം ഞാൻ തന്നെയാണ് മാറുന്നത്. ഫ്രണ്ടും ബാക്കും ഞാൻ തന്നെയാണ് മാറുന്നത്. ഞാൻ വർക്ക്ഷോപ്പിൽ കൊടുത്തപ്പം അവർ ചെയ്യുന്നത് നോക്കി മനസ്സിലാക്കി ചെയ്ത് തന്നെ അങ്ങ് മാറുന്നതാണ്. നമുക്ക് തൃപ്തി അതാണ്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മളെ പരിപാടി നമ്മുടെ കാര്യങ്ങളങ്ങനെ എളുപ്പം നടക്കും. നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇവിടെ വർക്ക്ഷോപ്പിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വെയിറ്റ് ചെയ്ത് മടുക്കും. കാരണം അവർ ഈ വണ്ടി ചെയ്യാനും പാടാണ്. വെളിയിലുള്ള വർക്ക്ഷോപ്പുകാർ ഇത് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അവർക്കിത് ഒന്നാമത്തെ കാര്യം, ഇതിന് സെൻട്രൽ സ്റ്റാൻഡ് ഇല്ല. നിലവിൽ സബ്സിഡിയും കഴിഞ്ഞ് 1,60,000 രൂപ കൊടുത്ത് മേടിക്കുന്ന വണ്ടിയാണ്. 1,000 രൂപ 1,200 രൂപയുടെ ഒരു സെൻട്രൽ സ്റ്റാൻഡ് പോലും അവർ ഇതിൻ്റെ അകത്ത് വെച്ചിട്ടില്ല. എല്ലാം നമ്മൾ സെപ്പറേറ്റ് മേടിക്കണം എന്ന് മാത്രമല്ല, അത് വെക്കാൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു ദിവസം മെനക്കേടാ കേട്ടോ. നമ്മളവിടെ അപ്പോയിൻമെൻ്റൊക്കെ എടുത്ത് ആ സാധനം കൊണ്ട് അവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്ത് ഒരു സമയം ആ സാധനം മാറി കിട്ടുമ്പോൾ ഒരു ഭയങ്കര പ്രശ്നമാണ്. പിന്നെ ഇതിൻ്റെ ഇവിടെ ഒരു ഇളക്കം ഉണ്ടായിരുന്നു. ഈ സാധനം അവിടെ ഒരു കുറച്ച് നട്ടുണ്ട്, ഒരു 12 നട്ടോളം അവിടെ ഉണ്ട് കേട്ടോ. ആ സാധനത്തിൻ്റെ അത് ഇളക്കം വരും. അതും ഞാൻ മാറിയായിരുന്നു. അപ്പോൾ അത് മറ്റേ തേയ്മാനത്തിൽ പെടുന്നതായതുകൊണ്ട് അത് പൈസ കൊടുത്തു കേട്ടോ. ബാക്കിയൊന്നും ഞാൻ ക്യാഷ് കൊടുത്തിട്ടില്ല. ക്യാഷല്ല നമുക്ക് പ്രശ്നം. ക്യാഷിൻ്റെ ബുദ്ധിമുട്ട് അങ്ങനെ വരികയില്ല. കാരണം എല്ലാ സാധനവും വാറണ്ടിക്കകത്ത് കയറി വന്നോളും. നമുക്ക് വാറണ്ടി ഉള്ള കാരണം കുഴപ്പമില്ല. പക്ഷേ നമുക്ക് മെനക്കേട് ഭയങ്കരമാണ്. വണ്ടി കൊണ്ടുപോകാനും നമ്മൾ ആഴ്ചയിൽ പോകണം. സാധനം ആയോ റെഡി ആയോ എന്നറിയാൻ നമ്മൾ പോയി നോക്കിയില്ലെങ്കിൽ അവരത് ശ്രദ്ധിക്കുകയില്ല. പിന്നെ അവരുന്ന് അപ്രൂവൽ ഇട്ട് ആ സാധനം പറഞ്ഞ് അവർ ചെയ്യണം. ആ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. പൈസ നമുക്ക് വേറെ എന്ന് പറഞ്ഞാൽ ഈ തേഞ്ഞ് തീരുന്ന സാധനങ്ങൾക്ക് മാത്രമുള്ള പൈസയേ ഉള്ളൂ. ഈ വാറണ്ടി പീരീഡ് വരെ ഉള്ളൂ കേട്ടോ. പൈസയൊന്നും ചിലവായിട്ടില്ല. ബാറ്ററിക്കാണേലും ആ ക്ലസ്റ്ററിനാണേലും പൈസയൊന്നും എല്ലാം അപ്രൂവൽ ഇട്ട് തന്നെയാണ് എടുത്തേക്കുന്നത്. പക്ഷേ മെയിൻ പ്രശ്നം ഇതാണ്, നമുക്ക് ഭയങ്കര മെനക്കേടാണ്. നമുക്ക് വേറൊരു വണ്ടിയുടെ അഡീഷണൽ ഇല്ലെങ്കിൽ ചിലപ്പം ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാം. പിന്നെ ഇനി 20,000 കിലോമീറ്ററോടെ ഉള്ളൂ വാറണ്ടി പീരീഡ്. അതിന് ശേഷം എന്താവുമെന്ന് എനിക്കറിയില്ല. ക്യാഷ് ഇറങ്ങുമോ, ബാറ്ററി എങ്ങനെ ആകുമോ, ബാക്കിയുള്ള ഇതിൻ്റെ പാർട്സിൻ്റെ വില എന്താണെന്നൊക്കെ നമുക്ക് ഗ്യാരണ്ടി പീരീഡ് കഴിഞ്ഞാലേ അറിയത്തുള്ളൂ. അതുവരെ നമുക്ക് അതിനെപ്പറ്റി വലിയ ധാരണ ഉണ്ടാകുന്നില്ല. പിന്നെ വണ്ടി നമുക്ക് നോക്കുമ്പോൾ ഉപകാരമാണ്, ഭയങ്കര ഉപകാരമാണ്. പെട്രോൾ അടിക്കുന്ന ഒരു കാര്യത്തെപ്പറ്റി ചിന്തിക്കുക പോലും വേണ്ട. നമുക്ക് കുത്തിയിട്ട് കഴിഞ്ഞാൽ കൊണ്ടുപോകാം. കറണ്ട് ചാർജ് വലുതായിട്ട് വരികയില്ല. പക്ഷേ മെയിൻ പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. കംപ്ലയിൻറ്റ് തീരെ ഇല്ലായൊന്നുമില്ല, കംപ്ലയിൻ്റ് ഉണ്ട്. പിന്നെ വാറണ്ടി പീരീഡ് ആയതുകൊണ്ട് നമുക്ക് മാറിക്കിട്ടും, പക്ഷെ സമയമെടുക്കും. ഇവരെന്തിനാ ഈ 1 മാസമൊക്കെ ഇത് പിടിച്ചു വെക്കുന്നതെന്ന് എനിക്കൊരു പിടിയില്ല. പിന്നെ മെയിൻ ഇതിൻ്റെ അകത്ത് ഒരു ഉണ്ടോ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ടാമതൊക്കെ ഇടുമ്പോൾ ഇവർ ഓരോ മോഡൽ മാറി വരുന്ന കാരണം പെർഫെക്ഷൻ ഉണ്ടാകുകയില്ല. ഇപ്പോൾ ഇതൊക്കെ മാറിയിട്ടിട്ട് പെർഫെക്ഷൻ ഒന്നുമില്ല. ഇതൊന്നും ചേർന്നല്ലിരിക്കുന്നു ഈ സാധനം. പിന്നെ ഇതുപോലുള്ള ഐറ്റങ്ങളൊന്നും ചേർന്നിരിക്കുകയില്ല. ആ ഒരു പ്രശ്നമുണ്ട്. ഇതെല്ലാം ചെറിയ വ്യത്യാസത്തിലാണ് വരുന്നത്. ഇവിടെയെല്ലാം നമുക്ക് നോക്കിയാൽ അറിയാം, വിടവുണ്ടാവും. അത്യാവശ്യം വിടവ് നമുക്ക് ഫീൽ ചെയ്യും. കറക്റ്റായിട്ടത് സീറ്റിംഗ് അല്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ മെയിനായിട്ട് നമുക്കിപ്പം ഈ ചെറിയ സാധനങ്ങളൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തൂടെ തന്നെ ഇടാം കേട്ടോ. തുറക്കുമൊന്നും വേണ്ട, അത്രയും ഗ്യാപ്പുണ്ട്. ഇതിൻ്റെ അകത്തൂടെ തന്നെ നമുക്ക് ഇടാം. അതുകൊണ്ട് വിലയുള്ള സാധനങ്ങളൊന്നും ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് പോകില്ല. നമുക്ക് കൈക്ക് പൊക്കി എടുത്തുകൊണ്ട് പോകാൻ പറ്റും കേട്ടോ. ആരും വിലയുള്ള സാധനങ്ങളൊന്നും ഇടല്. നേരെ ഇങ്ങനെ പൊക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കിടക്കുന്ന സാമാനെല്ലാം പെറുക്കിക്കൊണ്ട് പോകാൻ പറ്റും. അതൊന്ന് സൂക്ഷിക്കണം. പിന്നെ ഓലയുടെ ആപ്പ് ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്തിട്ട് നമുക്കിത് ഓണും ഓഫും ഒക്കെ ആക്കാമായിരുന്നു. പക്ഷേ അത് എപ്പോഴും വർക്കിംഗ് ഒന്നുമല്ല. അത് ചില സമയമൊന്നും കിട്ടത്തില്ല കേട്ടോ.
എന്തിൻ്റെ പ്രശ്നമാണെന്ന് അറിയില്ല, കണക്ടിവിറ്റിയുടെ ആണോ എന്താണെന്നൊന്നും അറിയില്ല. ചില സമയം നമ്മൾ പിന്നെയും ആപ്പ് ഓപ്പൺ ആക്കണം, അങ്ങനെയുള്ള കുറേ പരിപാടിയൊക്കെ ഉണ്ട്. ചിലപ്പം ബ്ലൂടൂത്ത് കണക്റ്റ് ആകില്ല. അങ്ങനെയുള്ള ചെറിയ ചെറിയ ടെക്നിക്കലായിട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് പിന്നെ നമുക്ക് വലിയ പ്രശ്നമില്ല. വേറെ ഇനി എന്താണ് എന്നുള്ള കാര്യമാണ് നോക്കേണ്ടത്. ഇനി നിലവിൽ ഇതിൻ്റെ അകത്ത് വേറെ കംപ്ലൈൻ്റ് ആയിട്ട് വേറെ ഒന്നും നിലവിൽ വേറെ കാണിച്ചിട്ടില്ല. ഇത്രയൊക്കെയാണ് കംപ്ലൈൻറ്റ് കാണിച്ചേക്കുന്നത്. മെയിനൊരു 38-40,000 കിലോമീറ്റർ വരെ ബാറ്ററി ഓടുമെന്നാണ് എൻ്റെ നിലവിലെ ഒരു നിഗമനം. കാരണം എൻ്റെ ഒരു 38,000 കിലോമീറ്റർ ബാറ്ററി മാറിയിട്ടുണ്ട്. ഒരു 80,000 കിലോമീറ്ററിനടുത്ത് ബാറ്ററി കിട്ടുമായിരിക്കും ഈ അടുത്ത രണ്ടാമതിരിക്കുന്ന ബാറ്ററി കേട്ടോ, മാറ്റി വെച്ചേക്കുന്നത്. പഴയതിരിക്കുന്ന 38,000 ഓടിയില്ല. അതിൻ്റെ കൊണ്ട് ഒരു 40,000 കിലോമീറ്റർ കൂടെ കിട്ടുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് കഴിയുമ്പോൾ ബാറ്ററി ഡ്രെയിൻ ആകാൻ സാധ്യതയുണ്ട് കേട്ടോ, ആദ്യത്തെ വെച്ച് നോക്കുമ്പോൾ. എന്തായാലും ഇനി എടുക്കുമ്പോൾ എല്ലാവരും നോക്കിയെടുക്കുക. കുറച്ചുകൂടെ റേഞ്ച് കൂടിയ വണ്ടികളൊക്കെ വരാൻ സാധ്യതയുണ്ട്. വേറെ വണ്ടി ഒരു ഓപ്ഷനായിട്ടൊരു വണ്ടി ഉണ്ടെങ്കിൽ നിലവിലാരും EV-ക്കിട്ട് കൈവെക്കാതിരിക്കുന്നത് നല്ലത്. കാരണം കുറച്ചുകൂടെ നല്ല റേഞ്ചുള്ള വണ്ടികൾ കയറി വരുന്നുണ്ട്. ഇതിപ്പം നമുക്ക് 135 കിലോമീറ്ററാണ് നോർമലി പറയുന്നതെങ്കിൽ നമുക്കൊരു 110-120 കിലോമീറ്ററൊക്കെ കിട്ടും. അതേ കിട്ടുള്ളൂ. ട്രൂ ആയിട്ടുള്ള റേഞ്ച് ഒരു 110-120 അതിനടുത്തേ കിട്ടത്തുള്ളൂ. അത്യാവശ്യം നോർമലി തന്നെയാണ് ഞാൻ പോകുന്നത്. നോർമൽ അത്യാവശ്യം 40-50 കിലോമീറ്റർ സ്പീഡിൽ തന്നെയാണ് പോകുന്നത്. 50 കിലോമീറ്റർ സ്പീഡിനാണ് ഞാൻ പോകാറ്. അപ്പോൾ ഒരു 120 കിലോമീറ്ററൊക്കെ കിട്ടാറുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു 200-250 കിലോമീറ്റർ ഉള്ള വണ്ടികളൊക്കെ വരുന്നുണ്ട്. 250-300 കിലോമീറ്ററൊക്കെ ഇനി EV-ക്ക് കിട്ടുവാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ആ ഒരു അപ്ഡേഷൻ വരുന്നവരെ എല്ലാവരും EV എടുക്കുന്നത് ഒന്ന് കുറയ്ക്കുന്നതല്ല. കാരണം നല്ലൊരു അപ്ഡേഷൻ ഒരു 300 കിലോമീറ്റർ റേഞ്ചുള്ള വണ്ടി വരുവാണെങ്കിൽ EV മുതലായിരിക്കും കേട്ടോ. വില കൂടും, സ്വാഭാവികം. ബാറ്ററിയുടെ ഇത് വെച്ച് വില കൂടാൻ സാധ്യതയുണ്ട് 300 കിലോമീറ്റർ റേഞ്ചൊക്കെ വരുമ്പം. എന്നാലും മുന്നോട്ട് ബാറ്ററിക്ക് നല്ല അപ്ഡേഷൻസൊക്കെ വരുവാണെങ്കിൽ അതെടുക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഇനി ഒരു 50,000-ത്തിലൊരു റിവ്യൂ ഇടണം എന്നാണ്. 50,000 കിലോമീറ്ററിൽ അടുത്ത വീഡിയോയിൽ കാണാം.